ഷാക്കിർ, ഇതാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ അല്ലേ? കാരണം ഇത്ര ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളിലേക്ക് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. അവിടെ എന്തുകൊണ്ട് തോറ്റു, അത് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര എന്തുകൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്തില്ല, RJDയുമായുള്ള സഖ്യം എന്തുകൊണ്ട് വിജയിച്ചില്ല, അവിടെ സഖ്യകക്ഷികളുമായിട്ട് കോൺഗ്രസിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് സിങ്ക് ചെയ്തു പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നോ, ഇക്കാര്യമൊന്നും ഇവിടെ വിശകലനം ചെയ്യേണ്ട. കാര്യം ഒറ്റ കാര്യത്തിലേക്ക് പോയാൽ മതി, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അവിടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടായിരുന്നു, അതുകൊണ്ട് തോറ്റു. ഇത്രയും മതിയല്ലോ. മഞ്ജുഷിൻ്റെ ഈ റോൾ എനിക്ക് മനസ്സിലാവണില്ല. ഒന്ന്, അതായത് ഇപ്പോൾ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ RJD അല്ല ഇവിടെ തോൽക്കുന്നത്, നമ്മുടെ രാജ്യമാണ്. ഇവർ പറയുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു, നേരെ ശ്രീകുമാർ പറഞ്ഞതുപോലെ, ഇത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ വോട്ട് ചോരി ആരോപണം അല്ലെങ്കിൽ അതിൻ്റെ പോരാട്ടം ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഒരു സംശയം വേണ്ട, ഇത് രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ അവിടെ 5 സീറ്റുകളിൽ ഒവൈസിയുടെ പാർട്ടി 5 സീറ്റുകളിൽ 30,000-നും 40,000-നും ഇടയ്ക്ക് വോട്ടുകൾക്കാണ് ജയിച്ചത്. അതായത് വൻ വിജയം, വൻ മാർജിനിലുള്ള വിജയമാണ്. എനിക്ക് തോന്നുന്നു ഏതോ മണ്ഡലത്തിൽ 50,000 വോട്ടുകൾക്ക് പോലും ഒവൈസിയുടെ പാർട്ടി ജയിച്ചിട്ടുണ്ട്, AIMIM. അപ്പോൾ അവിടെയും ഇങ്ങനത്തിലുള്ള വോട്ട് ചോരി നടന്നിട്ടുണ്ട്. അവിടെയും വേണമെങ്കിൽ അങ്ങനെ നടത്താമായിരുന്നുവല്ലോ. അല്ല ഇവിടെ അല്ലല്ലേ, ഞാൻ പറയട്ടെ, ഇവിടെ ഈ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? അല്ലല്ല, ഇന്ത്യ സഖ്യം ഒന്നിച്ച് നിന്നിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പഠനം കാഴ്ചവെക്കാമായിരുന്നു. അതുണ്ടായിട്ടില്ല. മഞ്ജുഷ ഒന്ന് പറയാൻ സമ്മതിക്കും പ്ലീസ്. ഇന്ത്യ സഖ്യമല്ല, അവിടെ 99% വോട്ടർമാർ ഒരുമിച്ച് നിന്നിട്ടും കാര്യമില്ല. ഈ ഇലക്ഷൻ കമ്മീഷനും ഈ കേന്ദ്ര സർക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ജാതി അട്ടിമറി നടത്തുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നോക്ക്, ഞാനൊന്ന് മഞ്ജുഷ നിങ്ങൾ പറയാൻ സമ്മതിക്ക്. അല്ല, ഞാൻ പറയട്ടെ പ്ലീസ്, ഞാൻ പറയട്ടെ. ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യസന്ധമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു നിഷ്പക്ഷ സ്വതന്ത്ര ഏജൻസിയായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇതാകുമായിരുന്നില്ല. ഇപ്പോൾ 10,000 രൂപ കൊടുത്ത കഥ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി 2004 തമിഴ്നാട്ടിൽ ജയലളിത കർഷകർക്ക് കറണ്ട് ചാർജ് കൊടുക്കുന്നു എന്നുള്ള പേര് നേരിട്ട് പണം കൊടുത്തപ്പോൾ അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിർത്തിവെപ്പിച്ചു. അതേപോലെ 2011 DMK കളർ TV അവിടെ വോട്ടർമാർക്ക് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ 2006 മുതൽ കൊടുത്തു വരുന്നൊരു പ്രോസസ്സാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അത് പാടില്ല, അത് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്, നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിർത്തിവെപ്പിച്ചു. ഇപ്പോൾ 10,000 കോടി രൂപ 10,000 രൂപ വെച്ച് ജനങ്ങളിലേക്ക് നേരിട്ട് കൊടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക മുതൽ എല്ലാ അർത്ഥത്തിലും BJPയുടെ ഏജൻ്റായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യയിലെ കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ അല്ല മഞ്ജുഷ ക്ഷീണം വരുത്തുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവിനാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിയാത്തത്? സത്യസന്ധമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ ജനഹിതം അനുസരിച്ചുള്ള സർക്കാർ വരും. അപ്പോൾ സർക്കാരുകളുടെ പോരായ്മകൾ, കൊള്ളരുതായ്മകൾ പുറത്തു വരും. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള, ജനങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള ഭരണം രാജ്യത്ത് നടപ്പിലാവും. ഇതൊരു തരം ഫാസിസ്റ്റ് ഭരണകൂടമാണ്. ഈ ഫാസിസ്റ്റ് ഭരണകൂടം നടത്തുന്ന അട്ടിമറികൾ എല്ലാമേ നോട്ട് നിരോധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് നോട്ട് നിരോധനം പ്രഖ്യാപിച്ചോ പറഞ്ഞതും അത് പിന്നീട് കള്ളനോട്ടുകൾ പിടിച്ചെടുക്കാനാണെന്ന് പറഞ്ഞ് അവസാനം വന്നിട്ടുള്ള കണക്കൊക്കെ നമ്മൾ പുറത്തു വന്നപ്പോൾ അന്താളിച്ചു പോയതാണ്. അതിനൊന്നും പരിഹാരമില്ല. കോടതിയിൽ പോയാലുള്ള സാഹചര്യം നമുക്കറിയാം. ബാബരി മസ്ജിദ് കേസിൽ വിധി പറഞ്ഞ 4 ജഡ്ജിമാർക്കും ചില ആളുകൾക്ക് റിട്ടയർമെൻറ്റ് മുമ്പ് തന്നെ സർക്കാർ ചില എന്താ പറയുക ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതിൻ്റെയൊക്കെ ശേഷം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ വിധി പറഞ്ഞു എന്ന് പബ്ലിക്കായി അന്നത്തെ ജഡ്ജ് പ്രസംഗിക്കുകയാണ്. എനിക്കന്ന് ഉൾവിളി ഉണ്ടായി എന്ന്. രാജ്യത്തെ നിയമം അനുസരിച്ചിട്ടില്ല. അപ്പോൾ പൊതുവെ ഭരണഘടനാ സ്ഥാപനം അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യം മാത്രമല്ല ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഈ സർക്കാർ തന്നെ യഥാർത്ഥത്തിൽ രൂപീകരിക്കാൻ ഇവർക്ക് യാതൊരു ധാർമ്മിക അവകാശവുമില്ല. ഇതേപോലെ വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തി കള്ളക്കളികൾ നടത്തിയിട്ടാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്. സുപ്രീം കോടതി അടുത്ത കാലത്ത് പറഞ്ഞ് ഞാൻ സൂചിപ്പിച്ചു. മഞ്ജുഷ അക്കാര്യം എന്താ പറയുക? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടിയിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരുന്നില്ല എന്ന് താങ്കൾ പറയുന്നതാണ് അട്ടിമറിയിലൂടെയാണ് അധികാരത്തിലെത്തിയത്. അത് നിങ്ങൾ ഇപ്പൊ വെറും രാഹുൽ ഗാന്ധി ആരോപണമാണ് ഉന്നയിക്കുന്നത്, തെളിവുകളാണ് പുറത്തുവിടുന്നത്. തെളിവുകൾ പുറത്തുവിടുകയാണ്, ആരോപണം ഉന്നയിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് തോറ്റത് കൊണ്ട് അല്ല,
എത്ര തെളിവ്, ഇഷ്ടംപോലെ തെളിവ്. ഉത്തരം പറയാൻ അതായത് പറ്റിയില്ലല്ലോ. one by one ആയി ചോദ്യം ചോദിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവൈലബിൾ ആയ ഡാറ്റ കൊടുക്കാൻ പോലും മാസങ്ങൾ എടുക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാർ മറുപടി കൊടുത്തിട്ട് ആ മറുപടി വേണം ജ്ഞാനേഷ് കുമാറിന് ഇവിടെ പത്രസമ്മേളനം നടത്തി ഇന്ത്യയിലെ ജനങ്ങളോട് പറയണമെന്നെങ്കിൽ. ഇതൊക്കെ എന്താണ്? രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കല്ലേ? ഇത് കോൺഗ്രസിനെയോ ഇന്ത്യ മുന്നണിയോ ബാധിക്കുന്ന പ്രശ്നമാണോ? രാജ്യത്ത് ജനങ്ങളെ ബാധിക്കല്ലേ? രാജ്യത്തിന് ആത്മാവിനെ ബാധിക്കല്ലേ? അവിടെ നിങ്ങൾ എന്താ പറയുക, ന്യൂസ് 18 പോലുള്ള ചാനൽ പോലും അത് ന്യായീകരിക്കാൻ വേണ്ടി ചർച്ച നടത്തുക എന്നുള്ളത് ഖേദകരമാണ്. ഇത് കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ബാധിക്കുന്ന പ്രശ്നമല്ല, നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നതാണ്. നമ്മൾ അഭിമാനപൂർവ്വം പറയും ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ജനാധിപത്യം നമ്മുടെ രാജ്യത്താണ് എന്ന്. എന്നിട്ട് ഇവർ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത് ഇഷ്ടത്തിനനുസരിച്ച് വോട്ടിംഗ് മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് റിസൾട്ടായി പറഞ്ഞു. കൂടെയുള്ള പാർട്ടികളെയും സഖ്യകക്ഷികളെയും അവരുടെ ഭാവിയിൽ വരാനിരിക്കുന്ന വിലപേശലുകളെയും മറികടക്കുന്നതിന് വേണ്ടി ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതാണ് ഇത്തവണത്തെ പുതിയൊരു കാര്യം എന്ന് പറയുന്നത്. അതേ ഉള്ളൂ ഷാക്കിർ, ഈ സഖ്യകക്ഷികളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവരുടെ ബലം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ 10,000 രൂപ കൊടുത്ത കാര്യം 10,000 രൂപ കൊടുത്ത കാര്യം ഉന്നയിക്കുകയാണെങ്കിൽ അതിന് ബലം കിട്ടിയേനെ. ഫ്രീ ബീസ് നല്ലതല്ല, കേരളത്തിൽ ഫ്രീ ബീസ് നല്ലതല്ല. അതൊക്കെ ശരി തന്നെ, അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ മറ്റു കാര്യങ്ങളെ നിങ്ങളുടെ ദൗർബല്യത്തിലേക്ക് പോകുന്നതേ ഇല്ല. കോൺഗ്രസ് സഖ്യകക്ഷികളെ കണക്കിലെടുക്കുന്നില്ല. സ്വയമേ ദുർബലമായിരുന്ന കോൺഗ്രസ് RJD പോലും കണക്കിലെടുക്കാതെയാണ് പോയത്. സൗഹൃദ മത്സരങ്ങൾ അവിടെ കണ്ടിരുന്നു. പക്ഷെ മറുവശത്ത് അത് കെട്ടുറപ്പുള്ളതാണ് മുന്നണി. മഞ്ജുഷ, തെറ്റാണ്. ഇന്ന് ബീഹാറിലെ RJD അധ്യക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് വൈകുന്നേരം മഞ്ജുഷ ശ്രദ്ധിച്ചോ? എന്തെങ്കിലും പറഞ്ഞു പോലെ RJDയുടെ ബീഹാർ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കലും ഈ കോൺഗ്രസുമായി ബന്ധം പുനഃപരിശോധിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ഞങ്ങൾക്ക് തെറ്റായി തോന്നിയിട്ടില്ല. ഈ ബന്ധം തുടരും. ഇവിടെ ജനാധിപത്യം അട്ടിമറിയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ആരോപണം ദയവായി മഞ്ജുഷെ ആളുകൾ മണ്ഡലത്തിൽ ആരാണ് ജയിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് വല്ലാണ്ട് ഇടങ്ങറായിട്ട് ഇത് പകൽ പോലെ വ്യക്തമല്ലേ? അല്ല, യഥാർത്ഥ പ്രശ്നം ജനാധിപത്യം നടക്കണില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് നടക്കണ്ടേ, ജനഹിതം പരിശോധിക്കണ്ടേ? ശരിയാണ് കേട്ടോ. വേണ്ട ഡേറ്റകൾ കൊടുക്കുന്നില്ല, കൃത്യമായിട്ട് രാഹുൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടിയും നൽകുന്നില്ല. എല്ലാ ആരോപണങ്ങളെയും പ്ലെയിനായിട്ട് നിഷേധിക്കുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ. ബീഹാറിൽ